ഹലോ ഹായ് എല്ലാവർക്കും ലെന്നയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ജൂലൈ മാസത്തിലെ ജോലി സാധ്യതകളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഏതാണ് നമുക്ക് നോക്കാം, വേഗം നമുക്ക് നോക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വ്യോമസേനയിൽ അഗ്നിവീർ ആകാനുള്ള അവസരം വന്നിട്ടുണ്ട്. അഗ്നിവീർ എയർഫോഴ്സ്. ഇതിലെ യോഗ്യത എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ +2 ആണ്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 11 to 31 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ വ്യോമസേനയിൽ അഗ്നിവീർ സെലക്ഷൻ ടെസ്റ്റിന് അവിവാഹിതരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമാണ് അവസരം വന്നിട്ടുള്ളത് കേട്ടോ. അഗ്നിവീർ വായു ഇൻടേക്ക് 22026 എന്നുള്ളതാണ്. അതിൽ അൺമാരീഡ് വുമൻ ആൻഡ് മെൻ ആർ എലിജിബിൾ ഫോർ ദ റിക്രൂട്ട്മെന്റ് ടെസ്റ്റ്. ഓക്കെ, അവിവാഹിതരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമാണ് അവസരം വന്നിരിക്കുന്നത്. ദിസ് ഇസ് ടു സെലക്ഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് കമ്മീഷൻ ഓഫീസർ, പൈലറ്റ്, നേവിഗേറ്റർ, അതുപോലെ തന്നെ എയർമാൻ. അതായത് ഇത് കമ്മീഷൻ ഓഫീസർ, പൈലറ്റ്, നാവിഗേറ്റർ, എയർമാൻ തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതിൽ നിയമനം എന്ന് പറയുന്നത് 4 വർഷത്തേക്കാണ്. The appointment is for the period of 4 years അല്ലെ. The appointment is for a period of 4 years. 4 വർഷത്തേക്കാണ് നിയമനം വന്നിട്ടുള്ളത്. ജൂലൈ 11 മുതൽ 31 വരെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വ്യോമസേനയിൽ അഗ്നിവീർ ആകാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. യോഗ്യത +2 ആണ്. ജൂലൈ 11 മുതൽ 31 വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അഗ്നിവീർ വായു ഇൻടേക്ക് 22026 അല്ലെ. ഇന്ത്യൻ വ്യോമസേനയിൽ അഗ്നിവീർ സെലക്ഷൻ ടെസ്റ്റിന് അവിവാഹിതരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരം വന്നിരിക്കുകയാണ്. ഇത് കമ്മീഷൻ ഓഫീസർ, പൈലറ്റ്, നാവിഗേറ്റർ, എയർമാൻ തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അല്ല കേട്ടോ. 4 വർഷത്തേക്കാണ് നിയമനം വന്നിട്ടുള്ളത്. ജൂലൈ 11 മുതൽ 31 വരെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി പറയാനുള്ളത് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അതായത് സയൻസ് സബ്ജക്ട്, അതുപോലെ തന്നെ നോൺ സയൻസ് സബ്ജക്റ്റുകളും വരുന്നുണ്ട്. ഇനി സയൻസ് വിഷയങ്ങളിൽ 50% മാർക്കോടെ മാത്സ്, ഫിസിക്സ്, ഇംഗ്ലീഷ് പഠിച്ച് +2 ജയം തത്തുല്യം. ഇംഗ്ലീഷിന് 50% മാർക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. +2 equal with 50% marks in mathematics, physics and English ആണ് പറഞ്ഞിട്ടുള്ളത്. ഇംഗ്ലീഷിന് എത്ര മാർക്ക് വേണം? 50% മാർക്ക് വേണം. അല്ലെങ്കിൽ 3 years engineering diploma with 50% marks. മെക്കാനിക്കൽ ഡിപ്ലോമ എന്ന് പറയുന്നത് മെക്കാനിക്കൽ ആകാം, ഇലക്ട്രിക്കൽ ആകാം, ഇലക്ട്രോണിക്സിലാകാം, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി, അല്ലെങ്കിൽ IT. അതും അല്ലെങ്കിൽ ഇഫ് ഇംഗ്ലീഷ് നോട്ട് ഈസ് സബ്ജക്ട്, ഡിപ്ലോമ ലെവലിൽ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് വിത്ത് 50% മാർക്സ് ഇൻ +2, 10th class is required, or 2 years vocational course pass with 50% marks. ഓക്കെ, 50% മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇംഗ്ലീഷ് ഇസ് നോട്ട് എ സബ്ജക്ട് ഫോർ വൊക്കേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ എന്താണ്? +2 ആണ് ചോദിച്ചിരിക്കുന്നത്. 50% മാർക്സ് റിക്വയർഡ് ഫോർ ഇംഗ്ലീഷ് ഇൻ +2 or 10th ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നോൺ സയൻസ് സബ്ജക്ട് ആണെങ്കിൽ +2 പാസ് വിത്ത് 50% മാർക്സ്, അല്ലെങ്കിൽ ഇക്വാലന്റ് 50% മാർക്ക് റിക്വയർഡ് ഫോർ ഇംഗ്ലീഷ്. ഒറ്റ കാര്യമുള്ളൂ, +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അതില് ഇംഗ്ലീഷില് 50% മാർക്ക് മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ സയൻസ് സബ്ജക്ട് ആയിക്കോട്ടെ, നോൺ സയൻസ് സബ്ജക്ട് ആയിക്കോട്ടെ. സയൻസ് സബ്ജക്ട് ആണെങ്കിൽ 50% മാർക്ക് ഇംഗ്ലീഷിൽ മാത്രമല്ല, മാത്സിലും ഫിസിക്സിലും ഇംഗ്ലീഷ് അല്ലെ, ഇംഗ്ലീഷിലും മാത്സിലും ഫിസിക്സിലും ഇൻഡിവിജ്വൽ ആയിട്ട് 50% മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നോൺ സയൻസ് സബ്ജക്ട് ആണെങ്കിൽ ഇംഗ്ലീഷിൽ എന്തായാലും നിർബന്ധമായിട്ടും എന്താണ് 50% മാർക്ക് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കുക. അപ്പൊ വിദ്യാഭ്യാസ യോഗ്യത ശ്രദ്ധിക്കുക. സയൻസ് വിഷയങ്ങളാണെങ്കിൽ 50% മാർക്കോടെ മാത്സ്, ഫിസിക്സ്, ഇംഗ്ലീഷ് പഠിച്ച് +2 ജയിച്ചിരിക്കണം. അല്ലെങ്കിൽ ഇക്വാലന്റ് ഇംഗ്ലീഷിന് 50% മാർക്ക് വേണം. അല്ലെങ്കിൽ ഓർ ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 50% മാർക്കോടെ 3 വർഷം എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ചെയ്യും. അത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി, അല്ലെങ്കിൽ IT. ഇംഗ്ലീഷിന് 50% മാർക്ക് വേണം. ഈ ഡിപ്ലോമ തലത്തിലെ ഒരു ഇംഗ്ലീഷ് ഒരു വിഷയം അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ 10th ക്ലാസ്സിൽ ഇംഗ്ലീഷിന് 50% മാർക്ക് വേണം. അല്ലെങ്കിൽ 50% മാർക്കോടെ 2 വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് ചെയ്യും. ഫിസിക്സ്, മാത്സ്, അതിലും എന്ത് വേണം? ഇംഗ്ലീഷിന് 50% മാർക്ക് വേണം. വൊക്കേഷൻ കോഴ്സിന് ഇംഗ്ലീഷ് ഒരു വിഷയം അല്ലെങ്കിൽ +2 10th ക്ലാസ്സിലെ ഇംഗ്ലീഷിന് 50% മാർക്ക് വേണം. ഇനി സയൻസ് ഇതര വിഷയങ്ങളാണെങ്കിൽ 50% മാർക്കോടെ +2 ചെയ്യാൻ തത്തുല്യമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ 50% മാർക്കോടെ 2 വർഷത്തെ വൊക്കേഷൻ കോഴ്സ് ചെയ്യവുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സയൻസ് പഠിച്ചവർക്ക് സയൻസ് ഇതര വിഭാഗങ്ങളിലേക്കും അപേക്ഷിക്കാവുന്നതാണ്.
ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിക്കുമ്പോൾ ഇവർക്ക് സയൻസ് അല്ലെങ്കിൽ സയൻസ് ഇതര വിഷയങ്ങളുടെ പരീക്ഷയിൽ ഒറ്റ സിറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് ഓപ്ഷൻ ലഭിക്കുന്നതാണ്. സംഭവം മനസ്സിലായോ? അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ച് ഇനി 50%, 50%, 50% കൊണ്ട് കൺഫ്യൂഷൻ തോന്നേണ്ട കാര്യമൊന്നുമില്ല. +2 ആണ് ക്വാളിഫിക്കേഷൻ. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, +2 50% മാർക്ക് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, സയൻസ് സ്റ്റുഡൻസ് ക്യാൻ ഓൾസോ അപ്ലൈ ഫോർ നോൺ സയൻസ് ഡിപ്പാർട്ട്മെന്റ്. അതാണ് നമ്മൾ പറഞ്ഞത്. സയൻസ് പഠിച്ചവർക്ക് സയൻസ് ഇതര വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ while filling the online registration form they will get the option to appear for the exam in both science and non science subjects in a single sitting. അതായത് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിക്കുമ്പോൾ ഇവർക്ക് സയൻസ് ഇതര വിഷയങ്ങളുടെ പരീക്ഷയിൽ ഒറ്റ സിറ്റിംഗിൽ പങ്കെടുക്കാനുള്ള ഓപ്ഷൻ ലഭിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഏജ് എന്ന് പറയുന്നത് must be born between July 2, 2005 and January 2, 2009. Both dates are inclusive. Physical fitness ഉണ്ട്. ഹൈറ്റ് മെന്നിന് മിനിമം 152 സെന്റിമീറ്ററും വുമണ് 152 സെന്റിമീറ്റർ 152 സെന്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മിനിമം ഏറ്റവും കുറഞ്ഞത് 152 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തൂക്കം ഉയരത്തിനും പ്രായത്തിനും അനുപാതികമായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി പറയാനുള്ളത് വിഷൻ ക്വാളിഫിക്കേഷൻ ആണ്. വിഷൻ ക്വാളിഫിക്കേഷൻ പറയാനുള്ളത് കാഴ്ച യോഗ്യത, കാഴ്ച ശക്തി. ഓരോ കണ്ണിനും എന്താണ് 6/12 ആണ് പറഞ്ഞിട്ടുള്ളത്. കണ്ണടയോടെ 6/6. ഇനി ദീർഘദൃഷ്ടി അഥവാ ഹൈപ്രോപ്പിയ ആണെങ്കിൽ +2.0D. മയോപ്പിയ ആണെങ്കിൽ, മയോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്രസ്വദൃഷ്ടി അല്ലെ, അത് 1D ഇൻക്ലൂഡിംഗ് +or-0.50D. അസ്റ്റിഗ്മാറ്റിസം. കളർ വിഷൻ ആണെങ്കിൽ CP12 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ശാരീരിക ക്ഷമത ഫിറ്റ്നസ് മെയിൽ 1.6 കിലോമീറ്റർ റണ്ണിങ് 7 മിനിറ്റ്സ് അല്ലെ, 7 മിനിറ്റിൽ 1.6 കിലോമീറ്റർ ഓട്ടം, നിശ്ചിത സമയത്തിനുള്ളിൽ 10 പുഷപ്പ്, 10 സിറ്റപ്പ്, 20 സ്ക്വാട്സ് എന്നിവയും പൂർത്തിയാക്കിയിരിക്കണം. 10 പുഷപ്പ്, 10 സിറ്റപ്സ് ആൻഡ് 20 സ്ക്വാട്സ് വിത്തിൻ സ്പെസിഫൈഡ് ടൈം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി വുമൺ ആണെങ്കിൽ 8 മിനിറ്റിൽ 1.6 കിലോമീറ്റർ ഓടിയാൽ മതിയാകും. കംപ്ലീറ്റ് 10 സിറ്റപ്പ്, 10 സ്ക്വാറ്റ്സ് വിത്തിൻ എ സ്പെസിഫൈഡ് ടൈം. ഫീസ് എത്രയാണ്? 550 രൂപയാണ്. ഓൺലൈൻ ആയിട്ട് ഫീസ് അടയ്ക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി പറയാനുള്ളത് അതിന്റെ സെലക്ഷൻ. ഷോർട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റ്സ് വിൽ ഹാവ് ടു അണ്ടർഗോ ആൻ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്താണ് മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കും. ദ ഓൺലൈൻ ടെസ്റ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം സെപ്റ്റംബർ 25. സെപ്റ്റംബർ 25 തൊട്ടിട്ട് ഓൺലൈൻ എക്സാം തുടങ്ങുന്നതായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ https://agnipadvayu.c.dac.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും കേട്ടോ. ഇനി ഇതിന്റെ എക്സാം പാറ്റേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 3 സ്റ്റേജ് സെലക്ഷൻ പ്രോസസ് ആണ് കേട്ടോ. അതായത് ആദ്യം ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ എന്താണ് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഓൺലൈൻ ടെസ്റ്റിന്റെ എക്സാം ആണ് സെപ്റ്റംബർ 25 തുടങ്ങാൻ പോകുന്നത് എന്ന് നമ്മൾ പറഞ്ഞത്. ഓൺലൈൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ് സബ്ജക്ട്സ് ലൈക്ക് ഇംഗ്ലീഷ്, ഫിസിക്സ്, റീസണിങ്, ജനറൽ അവയർനെസ്. അപ്പം ഓൺലൈൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആണ്. ഏതൊക്കെ സബ്ജക്റ്റുകളാണുള്ളത്? ഇംഗ്ലീഷ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ജനറൽ അവയർനെസ്സും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഗ്രൂപ്പ് എക്സ്, ഗ്രൂപ്പ് വൈ, ഗ്രൂപ്പ് എക്സ് ആൻഡ് വൈ എന്ന് കൊടുത്തിട്ടില്ല. ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കാൻഡിഡേറ്റ്സ് ക്യാൻ ചൂസ് ടു അപ്പിയർ ഫോർ സയൻസ് സബ്ജക്ട്. സയൻസ് സബ്ജക്ട് ആണെങ്കിൽ ഗ്രൂപ്പ് എക്സിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതർ ദാൻ സയൻസ് ആണെങ്കിൽ ഗ്രൂപ്പ് വൈ. നമ്മൾ പറഞ്ഞല്ലോ സയൻസ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം? നോൺ സയൻസ് സബ്ജക്റ്റും അതർ ദാൻ സയൻസ് സബ്ജക്റ്റും നമുക്ക് എഴുതാവുന്നതാണ്. അതാണെങ്കിൽ ഗ്രൂപ്പ് എക്സ് ആൻഡ് വൈ ആണ്. ദ ഡ്യൂറേഷൻ ഓഫ് ദ ഓൺലൈൻ ടെസ്റ്റ് വേരീസ് ബേസ്ഡ് ഓൺ ദ ചൂസൺ ഗ്രൂപ്പ്. അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എന്തിലേക്ക് വേരി ചെയ്യും? ആ ഓരോ ഗ്രൂപ്പ് എക്സിന് ഒരു ഡ്യൂറേഷൻ ആയിരിക്കും, ഗ്രൂപ്പ് വൈക്ക് ഒരു ഡ്യൂറേഷൻ ആയിരിക്കും, ഗ്രൂപ്പ് എക്സ് ആൻഡ് വൈക്ക് ഒരു ഡ്യൂറേഷൻ ആയിരിക്കും. അപ്പോൾ ഒന്നും കൂടി പറയാം, അഗ്നിവീർ എയർഫോഴ്സ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഒരു 3 സ്റ്റേജ് സെലക്ഷൻ പ്രോസസ് ആണ്. ആദ്യം ഓൺലൈൻ ടെസ്റ്റ് ആണ്. ഓൺലൈൻ ടെസ്റ്റ് സെപ്റ്റംബർ 25 തുടങ്ങാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 11 തുടങ്ങും. എപ്പോൾ വരെ? ജൂലൈ 31 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, PFT. അതിനുശേഷം എന്തുണ്ടായിരിക്കും? ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഓൺലൈൻ ടെസ്റ്റിൽ എന്താണുള്ളത്?
ഏതൊക്കെ സബ്ജക്റ്റുകളാണുള്ളത്? ഇംഗ്ലീഷ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്. Candidates can choose to appear for science subjects group X other than science group Y or both group X and Y. The duration of the online test varies based on the chosen group. Okay. ഇനി പറയാനുള്ളത് ഓൺലൈൻ ടെസ്റ്റിനെ കുറിച്ചിട്ടാണ്. ഓൺലൈൻ ടെസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആണ് ആൻഡ് കണ്ടക്ടഡ് ഇൻ ബോത്ത് ഹിന്ദി ഇംഗ്ലീഷ്. അതായത് നമ്മൾ UGC നെറ്റ് എഴുതിയവർക്ക് അറിയാം ഹിന്ദിയിലും ഉണ്ടാവും, അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇനി ഗ്രൂപ്പ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സയൻസ് സബ്ജക്റ്റ് ആണ്. The online test includes English, physics and mathematics with a duration of 60 minutes. 60 മിനിറ്റ് ആയിരിക്കും ട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഓരോ ഗ്രൂപ്പിനും ഓരോ ഡ്യൂറേഷൻ ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഗ്രൂപ്പ് എക്സിന് 1 മണിക്കൂറാണ് കേട്ടോ. കാര്യം ഇത് സയൻസ് സബ്ജക്റ്റ് ആണ്. അതിൽ ഏതൊക്കെയാണ്? ഇംഗ്ലീഷ്, ഫിസിക്സ്, മാത്സ് ഒക്കെയാണ് വരുന്നത്. 60 മിനിറ്റ് ആണ്. ഇനി ഫോർത്ത് സബ്ജക്ട്സ് അതർ ദാൻ സയൻസ്, അതായത് ഗ്രൂപ്പ് വൈ. ദ ഓൺലൈൻ ടെസ്റ്റ് ഇൻക്ലൂഡ്സ് ഇംഗ്ലീഷ്, റീസണിംഗ് ആൻഡ് ജനറൽ അവയർനെസ് വിത്ത് എ ഡ്യൂറേഷൻ ഓഫ് എത്രയാണ്? 45 മിനിറ്റ്സ് ആണ് അതിന്റെ ഡ്യൂറേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷും റീസണിങ്ങും അതർ ദാൻ സയൻസ് അതുകൊണ്ട് തന്നെ ഇവിടെ ഫിസിക്സും മാത്സും ഏതിൽ വരുന്നില്ല? ഗ്രൂപ്പ് വൈയിൽ വരുന്നില്ല. ശ്രദ്ധിക്കുക, സയൻസ് പഠിച്ച കുട്ടികൾക്ക് ഏതും കൂടി എഴുതാം. അതർ ദാൻ സയൻസ് അവർക്ക് സെലക്ട് ചെയ്യാം. അതല്ല രണ്ടും വേണമെങ്കിൽ രണ്ടും എഴുതാവുന്നതാണ് കേട്ടോ. അപ്പൊ ഏതാണ് സെലക്ട് ചെയ്ത് വെച്ച് അതുപോലെ എഴുതാം. ഫോർ ബോത്ത് സയൻസ് ആൻഡ് അതർ ദാൻ സയൻസ്, അപ്പൊ സയൻസും അതുപോലെ തന്നെ അതർ ദാൻ സയൻസ് രണ്ടും എഴുതാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് ഇൻക്ലൂഡ്സ് ഇംഗ്ലീഷ്, ഫിസിക്സ്, മാത്സ്, റീസണിംഗ് ആൻഡ് ജനറൽ അവയർനെസ് അവർക്ക് ഉണ്ടായിരിക്കുന്നതാണ് with a duration of 85 minutes. അപ്പോൾ ഏറ്റവും കുറവ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് വൈക്കാണ്, 45 മിനിറ്റ് ആണുള്ളത്. ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് എക്സ് ആൻഡ് വൈക്കാണ്, 85 മിനിറ്റ് ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസും ഉണ്ട് അതർ ദാൻ സയൻസും ഉണ്ട്. അതായത് ഇംഗ്ലീഷ്, ഫിസിക്സ്, മാത്സ്, റീസണിംഗ് ആൻഡ് ജനറൽ അവയർനെസ് ആണ് ഗ്രൂപ്പ് എക്സ് ആൻഡ് വൈയിൽ വരുന്നത്. അപ്പോൾ ഓൺലൈൻ എന്ന് ഒബ്ജക്റ്റീവ് ആണ്. ബോത്ത് ഹിന്ദിയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കും. 3 ഗ്രൂപ്പുകളാണുള്ളത്. ഗ്രൂപ്പ് എക്സ്, ഗ്രൂപ്പ് വൈ, ഗ്രൂപ്പ് എക്സ് ആൻഡ് വൈ. എക്സ് എന്ന് പറയുന്നത് സയൻസ് സബ്ജക്റ്റിനാണ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 60 മിനിറ്റ്സ് ആണ്. ഏതൊക്കെയാണ്? ഇംഗ്ലീഷ്, ഫിസിക്സ്, മാത്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതല്ല ഗ്രൂപ്പ് വൈക്ക് അതർ ദാൻ സയൻസ് ആണ്. ഏതൊക്കെയാണ്? ഇംഗ്ലീഷ്, റീസണിംഗ്, ജനറൽ അവയർനെസ് ആൻഡ് വിത്ത് ഡ്യൂറേഷൻ ഓഫ് 45 മിനിറ്റ്സ് ആണ്. ഇനി സയൻസും അതർ ദാൻ സയൻസ് ആണെങ്കിൽ അത് ഓൺലൈൻ ടെസ്റ്റ് ഇൻക്ലൂഡ്സ് ഇംഗ്ലീഷ്, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, റീസണിംഗ് ആൻഡ് ജനറൽ അവയർനെസ് വിത്ത് ഡ്യൂറേഷൻ ഓഫ് 85 മിനിറ്റ്സ്. ഓക്കെ. ഇനി അടുത്തത് physical fitness test, അതായത് PFT. The test has a candidate's physical capabilities including activities like running, push-up and sit-ups ആണ് PFT എന്ന് പറയുന്നത്. Medical examination, this involves a thorough medical checkup to ensure candidates meet the required medical standards. Okay. അപ്പോൾ വളരെയധികം ഡീറ്റെയിൽ ആയിട്ടുള്ള മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ നമ്മൾ പറഞ്ഞു പുരുഷൻ 7 മിനിറ്റിൽ 1.6 കിലോമീറ്റർ ഓട്ടം, അതുപോലെ തന്നെ നിശ്ചിത സമയത്തിനുള്ളിൽ 10 പുഷപ്പ്, 10 സിറ്റപ്പ്, 20 സ്ക്വാട്സ് എന്നിവയും പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഫോർ മെൻ. ഇനി വുമൺ ആണെങ്കിൽ 8 മിനിറ്റിൽ 1.6 കിലോമീറ്റർ ഓട്ടം, നിശ്ചിത സമയത്തിനുള്ളിൽ 10 സിറ്റപ്പ്, 15 സ്ക്വാട്സ് എന്നിവയും പൂർത്തിയാക്കിയിരിക്കണം എന്നുള്ളതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഫോർ വുമൺ. ഓക്കെ. ഫീസ് എന്ന് പറയുന്നത് 550 രൂപയാണ്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് ഓൺലൈൻ ടെസ്റ്റ്, അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ്, ശാരീരിക ക്ഷമതാ പരിശോധന അഥവാ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, വൈദ്യ പരിശോധന അഥവാ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഓൺലൈൻ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 25-നാണ്. ക്ലിയർ അല്ലേ? ഇനി അതിന്റെ മാർക്കിംഗ് സ്കീമാണ് പറയാനായിട്ട് പോകുന്നത്. ഓരോ കറക്റ്റ് ആൻസറിനും ഓരോ മാർക്കാണ്. ഈച്ച് കറക്റ്റ് ആൻസർ റിസീവ് 1 മാർക്ക്. നെഗറ്റീവ് മാർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ദർ ഇസ് എ നെഗറ്റീവ് മാർക്ക് ഫോർ 0.25 മാർക്സ് ഫോർ ഈച്ച് ഇൻകറക്റ്റ് ആൻസർ. ഓരോ തെറ്റുത്തരത്തിലും നിങ്ങൾക്ക് എത്ര മാർക്കാണ് കുറയുന്നത്? 0.25 മാർക്സ് ആണ് കുറയാനായിട്ട് പോകുന്നത്. അൺആൻസർ ക്വസ്റ്റ്യൻസ് ആർ നോട്ട് പെനലൈസ്ഡ് കേട്ടോ. ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസിന് നെഗറ്റീവ് മാർക്ക് പോകുന്നതല്ല. ഇനി നമ്മൾ പറഞ്ഞു ഒരു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലെ. നമ്മൾ പറഞ്ഞു ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് ഓൺലൈൻ ടെസ്റ്റ്, അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് എന്താണ് ഈ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? അത് ഓരോ സ്റ്റേജ് ഉണ്ട്. അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 1 and 2 are also part of the selection process. These tests assess the candidate's suitability for the Air Force environment and their ability to adapt the various situations. അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ആ പേരിൽ പറയുന്ന പോലെ തന്നെ ഓരോ സാഹചര്യങ്ങളെ എങ്ങനെയാണ് കാൻഡിഡേറ്റ്സ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എബിലിറ്റി എങ്ങനെയാണ്
ഹാൻഡിൽ ചെയ്യുന്നത്. യെസ്, അതാണ് കറക്റ്റ് വാക്ക് അല്ലെ. ഓരോ സിറ്റുവേഷൻസ്, ഓരോ സാഹചര്യങ്ങളെ എങ്ങനെയാണ് ആ കാൻഡിഡേറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇത് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ്. അതിൽ 1 ഉണ്ട്, 2 ഉണ്ട്, പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഓൾസോ പാർട്ട് ഓഫ് ദ സെലക്ഷൻ പ്രോസസ്. ആൻഡ് ദീസ് ടെസ്റ്റ് ആസ് എ കാൻഡിഡേറ്റ് suitability for the air force environment and their ability to adapt the various situations. സോ വേഗം അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതുപോലത്തെ ജോലി സാധ്യതകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.